അഡ്വക്കേറ്റ് ആസഫ് അലി ഹസ്കർ പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രതിപക്ഷം എടുക്കുന്നു, മറ്റുള്ളവർ തള്ളി പറയുന്നു. അതാണല്ലോ താങ്കൾ ഈ സോളാർ കേസിനെ കുറിച്ചുള്ള കാര്യം സൂചിപ്പിച്ചത്, ലീവ് ഇറ്റ് എന്ന് പറഞ്ഞത്. അല്ല, ഇവിടെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഈ മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചതും ഇന്ന് പുലർച്ചയ്ക്ക് പുറത്തു വന്നതുമായ ആ അന്വേഷണം ഉണ്ടല്ലോ, എന്താണ് അവർ ജോലി? അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ MLA പറഞ്ഞിരിക്കുന്ന ഓരോ വിവരങ്ങളും നമ്മൾ വിലയിരുത്തും. ഒരു മേഡറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം വളരെ കാര്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഒരു കൊലപാതകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മാൻ മിസ്സിങ്ങിനെ കുറിച്ച്, ഒരാളെ കാണാണ്ടായി ഒരു കൊല്ലമായി, അത് കൊലപാതകം എന്ന സൂചനയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വിവരം ഇദ്ദേഹം പറഞ്ഞത് പോട്ടെ, വേറെ ഏതെങ്കിലും ഒരാളെ കുറിച്ച് കാണാതായിട്ട് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്ത് നിൽക്കുമ്പോൾ ആ സംഭവത്തെക്കുറിച്ച് ഒരു മെയിൻ ക്ലൂ പുറത്തു വന്നാൽ സ്വാഭാവികമായി കേരള പോലീസ് എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു അന്വേഷണ ഏജൻസി ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡാക്കി ആ മാൻ മിസ്സിംഗ് കേസിന്റെ അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. കള്ളക്കടത്ത് അതാണ് ഇപ്പൊ കസ്റ്റംസ് അതിനെക്കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ 2 കോടി രൂപ കൈക്കൂലി വാങ്ങി. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് ഒരു ഉത്തരവാദപ്പെട്ട ഒരാൾ പറയാണ് ഇദ്ദേഹം 2 crore കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി വിജിലൻസ് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താൻ ബാധ്യസ്ഥരാണ്. ഒരു ആത്മഹത്യാക്കുറിപ്പ് നശിപ്പിച്ചു, ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ആണ്, തെളിവ് നശിപ്പിക്കലാണ് ഒരു കേസില്. അതിൽ ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ നിലമ്പൂർ MLA വിളിച്ച് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡാക്കി ആ കേസിലേക്കുള്ള ക്ലൂ ആണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? എന്തന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതൊരു ടൂത്ത്ലെസ് ടൈഗർ ആണ്. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുമ്പിൽ ഒരു കണ്ണിൽ പൊടിയിടലാണ്. ഞാൻ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നിലമ്പൂർ MLAയുടെ മനസ്സ് മാറ്റത്തെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളെ നാട്ടിൽ കണ്ടതല്ലേ, ഈ ഇന്നോവ കാറും മാഷാ അല്ലാ സ്റ്റിക്കറും വരും എന്ന സൂചന കിട്ടിയാൽ ആദ്യം എല്ലാം വരണ്ടു പോവും. CPMന്റെ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇൻവോൾവ് ആയ കേസല്ലേ TP ചന്ദ്രശേഖരൻ കേസ്. ആ കേസിലെ പ്രതികൾക്ക് ഇഷ്ടംപോലെ പരോൾ, ശിക്ഷ ഇളവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം. അങ്ങനെ ഈ ഹാർഡ് കോർ ടെററിസ്റ്റുകളെ എല്ലാവിധ സൗജന്യങ്ങളും നൽകി അവരെ പരിരക്ഷിക്കുന്ന ഒരു പാർട്ടിയും ഒരു ഗവൺമെന്റും, ആ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും തലവനാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ് ഈ ADGP സംരക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ നിലമ്പൂർ MLA ഇതിന്റെ കോൺസിക്വൻസ് അദ്ദേഹം മനസ്സിലാക്കാതെ പറഞ്ഞു പോയതോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് കസ്റ്റംസ് ആ ഇഷ്യൂ ഏറ്റെടുത്തു, അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കസ്റ്റഡി മരണത്തിന്റെ കാര്യങ്ങൾ ആ പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? എന്തേ പോലീസ് അത് അന്വേഷിക്കാത്തത്? ഈ ബ്രൈബ് വാങ്ങി എന്നുള്ളത് വിജിലൻസ് ആ അന്വേഷണം ഏറ്റെടുത്ത് നടത്തേണ്ടതല്ലേ? നമ്മുടെ നാടൊരു നിയമവാക്ഷിയുടെ നാടല്ലേ? നിയമം കൊണ്ട് ഭരിക്കുന്നതാണോ? എത്ര വലിയവനാണെങ്കിലും നിയമമാണ് വലുത് എന്നല്ലേ പറയുന്നത്? അപ്പൊ ശരിക്കും നടത്താൻ അന്വേഷണം എന്താണ്? അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ ഹീനിയസ് ഗ്രേവ് ഒഫൻസിന്റെ ക്ലൂ ആണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ഭൂതത്തെ രണ്ടാമത് കുപ്പിയിലേക്ക് ഇടാൻ കഴിയില്ല. അദ്ദേഹം വിചാരിച്ചാലും കഴിയില്ല. മുഖ്യമന്ത്രി വേണ്ടെന്ന് പറഞ്ഞാലും അത് സാധിക്കില്ല. ഒരു നല്ലൊരു ഇപ്പോഴത്തെ എഗ്രസീവ് മീഡിയ, ഒരു പ്രോ ആക്റ്റീവ് ജുഡീഷ്യറി, നമ്മുടെ സിവിൽ സമൂഹത്തിന്റെ ഏറ്റവും ശക്തമായ പൊതു താല്പര്യങ്ങളെല്ലാം കൂട്ടിയോജിച്ച് വന്നാൽ ഇതെല്ലാം പുറത്തു വരും. ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന എന്താണ്? ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തൽക്കാലം അദ്ദേഹം സാധിക്കും. അത് എത്ര കാലം നിൽക്കും? ഈ കേസിന്റെ അന്വേഷണങ്ങളെല്ലാം ഈ രീതിയിൽ സെപ്പറേറ്റ് ആയി അന്വേഷണവും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ കണ്ടതല്ലേ ഇടുക്കിയിൽ ഒരു CPM നേതാവ് ഒരു കൊലപാതകത്തെ കുറിച്ച് പുറത്തു വന്നപ്പോൾ ആ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേഷനായി ഏറ്റെടുത്തു, അന്വേഷണം നടത്തിയില്ലേ? അതല്ലേ നമ്മുടെ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സമ്പ്രദായത്തിന്റെ രീതി? അതല്ലേ ഞാനത് ആദ്യം പറഞ്ഞത്. ഈ നിലമ്പൂർ MLA പറഞ്ഞിരിക്കുന്നത് ഒരു വെറും ആരോപണമല്ല, ഒരു 5, 6, 7 കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന ഇതുവരെ പോലീസ് അന്വേഷിച്ചിട്ട് കസ്റ്റംസ് അന്വേഷിച്ചിട്ട് ഒരു എത്തും പിടിയും വിറ്റാത്ത കേസുകളുടെ ക്ലൂ ആണ്.
ആ കേസുകളിലെല്ലാം ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉന്നതൻ, കേരള പോലീസിന്റെ തലവന്റെ ഒരു ഹാർഡ് കോർ ക്രിമിനലിന്റെ റോളാണ് നിലമ്പൂർ MLA പുറത്തു പറഞ്ഞത്. അതൊരു ചെറിയ സംഭവമാണോ? ഒരിക്കലും ചെറിയ സംഭവമല്ല. അതിന്റേതായ ഗൗരവത്തിൽ കാണേണ്ടതാണ്. പക്ഷേ അത് ഈ അന്വേഷണത്തിൽ, ഈ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ അതിന് കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്.